മെട്രോ കളേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മധുരം ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? മെട്രോ കളേഴ്സിൽ ഇനി സ്വീറ്റ് ആൻഡ് സോർ. ഇന്നത്തെ സ്വീറ്റ് ആൻഡ് സോറിൽ നമ്മൾ പരിചയപ്പെടുന്നത് കേക്കുകളുടെ ഒരു കലവറയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, അങ്ങനെ ഒരുപാട് കേക്കുകൾ. ആ കേക്കുകളെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പാലാരിവട്ടത്തുള്ള ആഫ്റ്റേഴ്സ് ബേക്കറിയാണ്. അതുകൂടാതെ ഇവിടുത്തെ സ്പെഷ്യൽ കേക്കായ ചോക്ലേറ്റ് ഫാൻറ്റസി നമുക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്നത് ഇവിടുത്തെ ഷെഫ് വിമലാണ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഫാൻറ്റസി എന്ന കേക്കാണ്. അതിനാവശ്യമായ വസ്തുക്കളൊന്ന് ചോക്ലേറ്റ് സ്പഞ്ച്, പിന്നെ ഷുഗർ സിറപ്പ്, ചോക്ലേറ്റ് ഗനാഷ് ക്രീം. ചോക്ലേറ്റ് സ്പഞ്ച് നമ്മളിവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഷുഗർ, ഹോൾ എഗ്, റിഫൈൻഡ് ഫ്ലോർ, ഇത് മൂന്നും കൂടെ ബീറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഓവനിൽ ബേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് ക്രീമാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോണേ. ഇതിനാവശ്യമായ വസ്തുക്കൾ ഡബിൾ ക്രീം, സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത്, ബട്ടർ. സെമി സ്വീറ്റ് ചോക്ലേറ്റും ക്രീമും ഒരേ അനുപാതത്തിൽ, ഇപ്പോൾ 1:1 ആണ്. 1 കിലോ ആണ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 കിലോ ക്രീം ആവശ്യമാണ്. ആദ്യമായി ക്രീം ബോയിൽ ചെയ്യുന്നതിന് വയ്ക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അധികം ടെമ്പറേച്ചർ ആവശ്യമില്ല. ഒരു റൂം ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഉള്ള ടെമ്പറേച്ചറുള്ള ക്രീം എത്തിക്കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മെൽറ്റായിരുന്നതാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ക്രീം മെൽറ്റായി കഴിഞ്ഞ് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ ഗനാഷ് ക്രീം എത്തിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ കൂടെ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗനാഷിൻ്റെ ഗ്ലേസിങ് വളരെയധികം വർദ്ധിക്കുകയും നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ കേക്ക് കാണുന്നതിന് വേണ്ടിയിട്ടൊരു മിറർ എഫക്റ്റ് നമ്മുടെ കേക്കിന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഗനാഷ് ക്രീം റെഡിയായി കഴിഞ്ഞു. ഈ ചോക്ലേറ്റ് ഗനാഷ് ക്രീം കൊണ്ടാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കുകളെല്ലാം ചെയ്യുന്നത്. ഈ ക്രീം സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് എയർ കണ്ടീഷനായ റൂമിലേക്ക് നമുക്കൊരു 2-3 മണിക്കൂറിലേക്ക് വയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ക്രീം സെറ്റാകുന്നതും ആ സെറ്റായ ക്രീം കൊണ്ട് നമുക്ക് കേക്കുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ കേക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈവനായിട്ടുള്ള 3 ലെയറായിട്ട്. ഇതിലേക്ക് ഇനി കേക്കിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനൊരു ജ്യൂസി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ എല്ലാ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നതാണ്. ശേഷം ഇതിൻ്റെ ടോപ്പിൽ വയ്ക്കാനുള്ള ലെയറിലും ഷുഗർ സിറപ്പ്.
ഇനിയിപ്പോൾ ഈ ചോക്ലേറ്റ് ഗാർണിഷുകൾ ഉപയോഗിച്ചിട്ട് ഈ ചോക്ലേറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്.